CPM നേതൃത്വവുമായി പലതവണ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ചർച്ചകൾ നടന്നുവെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരുന്നു. 2011 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായിരുന്ന സമയത്ത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാൻ വ്യക്തമാക്കി. CPM ജമാഅത്തെ ഇസ്ലാമിയുമായി മുമ്പേ തന്നെ സലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പ്രതികരിച്ചു. മാർച്ചിൽ നടന്ന ചർച്ചയാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നടന്ന ചർച്ചയാണ്. അതിന് മീഡിയകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരിങ്ങോട്ട് സലാം പറഞ്ഞു, ഞാൻ അങ്ങോട്ടും സലാം പറഞ്ഞു എന്നാണ്. അപ്പോൾ സലാം പറയൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം ലാസ്റ്റ് സ്ഥിരീകരിച്ചപ്പോൾ അദ്ദേഹം ചമച്ച ഒരു ന്യായമാണ് പിന്നീട് അദ്ദേഹം നടത്തിയ ഡയലോഗ്. ഇലക്ഷനിൽ ആവശ്യമുള്ളവർ ഞങ്ങളോടാണല്ലോ ആവശ്യപ്പെടുക. അത് സാമാന്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതിൽ വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. മാത്രമല്ല അതിനുശേഷവും ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഞാനത് വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തെ പോലെ ചില കോൺഫിഡൻഷ്യൽ ടോക്ക് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, ഈ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ഈ ബന്ധം എന്നൊക്കെ പറയുന്നത് രഹസ്യമായ ഒരു കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായി എത്രയോ നാളുകളായി ആ ഒരു ബന്ധം തുടർന്നു വരികയാണ്. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കാൻ UDF ആണ് ഏറ്റവും കൂടുതൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട് എത്രയോ നാളുകളായി ഞങ്ങൾ തമ്മിൽ വലിയ ബാന്ധവം ഉണ്ട് എന്ന്. എന്താണ് കേരള അമീർ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? നീലിമ, മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി തങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണ അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അത് താൻ വിമർശിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്നാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം അത് പാടെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീറായിട്ടുള്ള മുജീബുർ റഹ്മാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൃത്യമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചർച്ച അത് തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് നടത്തിയ ചർച്ചയല്ല. മുഖ്യമന്ത്രി അന്ന് CPM-ന്റെ നേതൃത്വത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം നടത്തിയ ചർച്ചയായിരുന്നു അന്ന് നടന്നത് എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ പിന്തുണ അത് CPM-ന് തങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുകൂടി ഇന്ന് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി നേതാവ് മുജീബുർ റഹ്മാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, 2011 വരെ കൃത്യമായി തന്നെ ഇടതിനും വലതിനും തങ്ങൾ രാഷ്ട്രീയമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ നിലപാട് തുടരുകയും ചെയ്തിട്ടുണ്ട്. 2011 ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് രൂപം നൽകി. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല ഇടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണ അത് UDF-നും നൽകിയിട്ടുണ്ട്, CPM-നും നൽകിയിട്ടുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്, CPM ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ME ഗോവിന്ദനും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് മണ്ണാർക്കാട് വെൽഫെയർ പാർട്ടി, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത് അത് CPM ആയിരുന്നു. ഇങ്ങനെ കേരളത്തിൽ പലയിടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ ഒരു പിന്തുണ CPM നൽകിയിട്ടുണ്ട്. തിരിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ പല ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. കൃത്യമായി അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇത് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മടിയും കാണിക്കുന്നില്ല. അവർ കൃത്യമായി തന്നെ ഇടത് വലത് രാഷ്ട്രീയത്തിന് കൊടുത്ത പിന്തുണയെക്കുറിച്ച് കൃത്യമായി ഡേറ്റ് അടക്കം വെച്ച് നടത്തിയ കൂടിക്കാഴ്ചകളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും
പോലും പരസ്യമായി ഇടത് വലത് മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു. അതിൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ നിലപാട് അത് തിരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകൊടുക്കുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു VD സതീശൻ പറഞ്ഞത്. ആ ചോദ്യവും നമ്മളടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനോട് കൃത്യമായി ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അന്ന് തുടങ്ങിയ നിലപാട് എന്താണോ ആ നിലപാടിൽ അതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്ന് പറയുമ്പോൾ അത് മതരാഷ്ട്രമാണ്. ആ മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ള VD സതീശനുള്ള ഒരു മറുപടി കൂടി ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഇന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളമാണ്. തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, രാഷ്ട്രീയ പിന്തുണ നൽകിയിട്ടുണ്ട്, അത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് നടത്തിയ ചർച്ചയാണ്. മറ്റ് പല കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്, അതൊക്കെ കോൺഫിഡൻഷ്യലാണ്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തങ്ങൾ അത് തുറന്നു പറയുന്നില്ല എന്നുകൂടി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അത് പാടെ തള്ളിക്കളയുകയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് നീലിമ. അതായത് MV ഗോവിന്ദൻ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോൾ MV ഗോവിന്ദനും CPM ഒക്കെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയാണ്, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ് എന്നതാണ്. അപ്പോൾ 2011 ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം തേടി അന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമൊക്കെ അന്ന് പിണറായി വിജയൻ നടത്തുന്ന കാലമാണ്. ആ സമയത്ത് വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ചെന്ന് അമീറുമായി കൂടിക്കാഴ്ച നടത്തി ആ അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ അന്നേരം പുറത്തു വന്നതാണ്. അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സമീപനം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് പച്ചക്കള്ളമാണ് എന്ന് അമീർ പറയുമ്പോൾ ഇവരുടെ ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് വളരെ കൃത്യമായി പുറത്തു വരികയാണ്. തീർച്ചയായും നീലിമ, അതായത് മുഖ്യമന്ത്രി പരസ്യമായി തന്നെയാണ് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത്. അതായത് തന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ. അങ്ങനെയാണ് 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഈ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അന്ന് നിങ്ങളാണ് ഏറ്റവും അധികം വർഗീയവാദികളെന്ന് താൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളോട് അങ്ങോട്ട് പറഞ്ഞു. അവർ അത് തന്റെ ചോദ്യം കേട്ട് അവർ അതിശയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പരസ്യമായി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇത് ചോദ്യങ്ങളൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് നടത്തിയ ചർച്ചയാണ്, രാഷ്ട്രീയ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നവർ ഉറപ്പിച്ചു പറയുകയാണ്. ഇനി അറിയാനുള്ളത്, ഇവർ ഇത്തരത്തിൽ ഉറപ്പിച്ചു പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെയും ഈ വിഷയത്തിലെ നിലപാട് ഇനി എന്താണ് ഇവർ മുന്നോട്ട് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു പരസ്യ പ്രസ്താവനയൊക്കെ തന്നെ നടത്തുന്നത്. അതിനുശേഷവും കേരളത്തിലെ മണ്ണാർക്കാട് പോലെയുള്ള പല സ്ഥലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായി പിന്തുണ അത് CPM-ന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് VD സതീശനാണ്. VD സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി പഴയ നിലപാടിൽ നിന്ന് തിരുത്തി മുന്നോട്ട് പോവുകയാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു തങ്ങൾ നിലപാട് തിരുത്തിയിട്ടില്ല, അതായത് മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, അതിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അവർ ഇന്ന് വ്യക്തമാക്കിയത്. ഇതിനറിയേണ്ടത് VD സതീശൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ നിലപാട് മാറ്റിയിട്ടില്ല. അങ്ങനെ നിലപാട് മാറ്റാത്തവരുമായി നിങ്ങൾ കൈകൊടുത്ത് മുന്നോട്ട് പോവുകയാണോ, രാഷ്ട്രീയ പിന്തുണ അവരുമായി ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉണ്ടായിരിക്കുന്ന ഈ വിജയത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്കും വലിയ പങ്കുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. എന്തായാലും രാഷ്ട്രവാദികളുടെ പിന്തുണ, വർഗീയ പാർട്ടികളുടെ പിന്തുണ തേടിയാണ് UDF ആണെങ്കിലും CPM ആണെങ്കിലും ഈ കേരള നവോത്ഥാന സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നീലിമ. യെസ്, അനഘയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം മതരാഷ്ട്രവാദ സങ്കല്പവുമായി നടക്കുന്ന മതഭീകര സംഘടന തന്നെയാണ്. അവരുടെ ആമുഖത്തിൽ അവരുടെ പാർട്ടി ഭരണഘടനയനുസരിച്ച് തന്നെ ഈ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന. അത് ഇന്ന് വരെ അവരവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് VD സതീശൻ നിലപാടെടുക്കുന്നത്. മുഖ്യമന്ത്രി പണ്ട് കൂട്ടുപിടിച്ച ആളുകളെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം മുൻനിർത്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും.